നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായിട്ട്. നവമി, ഇതിനകത്ത് വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു KCBC. ഒറ്റക്കെട്ടായി ഇതിനകത്ത് MP മാർ ബില്ലിനെ പിന്തുണച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ ജനങ്ങൾ ഇതിനകത്ത് മറുപടി പറയുന്നത് എന്നതടക്കമുള്ള പ്രസ്താവനകളിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം കർക്കശമായ പ്രതികരണമായി മാറുന്നു? അപർണ, വഖഫ് ബില്ല് അത് പാർലമെന്റിലെത്തി അതിന്റെ ചർച്ചയ്ക്ക് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, ഒരു സമൂഹം ആളുകളുണ്ട് ഇവിടെ കൊച്ചി മുനമ്പത്ത്. അവർ വളരെ പ്രതീക്ഷയോടെയാണ്. ഇന്ന് അവരുടെ സമരം 172 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ നിരാഹാര സമരം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയുണ്ട് ഇന്ന് ഈ ബില്ല് അത് പാസ്സായി കിട്ടും, ഇവരുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും, ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും എന്ന വിശ്വാസത്തിലിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെല്ലാം ഏറെ പ്രതീക്ഷയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നതും. കാരണം ഇനി ഇവരുടെ ജീവിതം പഴയപടി ആകണമെങ്കിൽ, ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ എന്ന വിശ്വാസത്തിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള MP മാർക്ക് ഇതിനോടകം തന്നെ KCBCയും കത്തോലിക്ക കോൺഗ്രസും ഒക്കെ ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം മുനമ്പം നിവാസികൾ അനുഭവിക്കുന്ന പോലത്തെയുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ നിൽക്കണം, അവർക്കൊപ്പം തന്നെ നിൽക്കണം എന്നൊരു ആവശ്യം കൂടിയാണ്. മറിച്ചാണെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ എന്തായിരിക്കും മുനമ്പം ജനത അല്ലെങ്കിൽ കേരളം സമൂഹം വിധി എഴുതുക എന്നത് നോക്കിക്കാണാമെന്നുകൂടി ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിൽ തന്നെയാണ് ഇവരെല്ലാം നൽകിയിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഇതിന്റെ ഈ സമരസമിതിയുടെ കൺവീനർ ചേരുന്നുണ്ട്, ബെന്നി ചേട്ടാ. വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായിരിക്കും ഇന്ന് പാർലമെന്റിൽ ഇത് പാസ്സാവാനാണ് സാധ്യത, പക്ഷെ കേരളത്തിൽ നിന്നുള്ള MP മാരുടെ ഒരു നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടെടുക്കുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അതായത് ഞങ്ങൾ ഈ സമരം വഞ്ചി സ്ക്വയറിൽ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, കേരളത്തിലെ MP മാർ പാർലമെന്റിൽ ശക്തിയായി ഞങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് ഈ ബില്ല് പാസ്സാക്കണം. അത് പാസ്സാക്കിയില്ലെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയമായ ഒരു ധ്രുവീകരണം സംഭവിക്കും. അത് UDF-നും LDF-നും പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്ന് തന്നെ ഞങ്ങളന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ കത്തോലിക്ക സഭ KCBCയും അതേപോലെ തന്നെ CBCയും SNDPയും BDGS-ന്റെ സംസ്ഥാന പ്രസിഡന്റും അതേപോലെ തന്നെ ആക്സിൻ്റെ നേതാക്കന്മാരും എല്ലാവരും AKCC എല്ലാവരും ശക്തിയായി പറഞ്ഞിട്ടുണ്ട്, ഇത് പാർലമെന്റിൽ ഈ MP മാർ വോട്ടിനിടുമ്പോൾ കേരളത്തിലുള്ള MP മാർ ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ കേരളത്തിലെ ഇവിടുത്തെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ MP മാർ അത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിത്തീരും. അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ സഖ്യം, പ്രതിപക്ഷ സഖ്യങ്ങളെല്ലാവരും ഇതിനെ എതിർക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതിൽ നിന്നും കേരളത്തിലുള്ള MP മാർക്ക് മാത്രമായിട്ട് മാറി നിൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, കാരണം എന്താണ്, ഞങ്ങൾ 610 കുടുംബങ്ങളെ നിത്യദുരിതത്തിലാഴ്ത്തുന്ന ഒരു നിയമം, അതായത് ഞങ്ങളുടെ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നു. ആ വില കൊടുത്ത് വാങ്ങി 33 വർഷം കഴിയുമ്പോൾ കരമടക്കാൻ ചെന്നപ്പോൾ ഇത് നിങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നിയമം. ആ നിയമം ഇവിടെ നിലനിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സാമൂഹ്യ നീതി ഉണ്ടാവുമോ, മനുഷ്യന് നീതി ലഭിക്കുമോ? അപ്പോൾ മാറ്റപ്പെടേണ്ട നിയമങ്ങൾ മാറേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവർ എന്തുകൊണ്ട് അതിന് താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നിക്ഷിപ്തം ഇവരുടെ പിന്നിലുള്ള അജണ്ട എന്തെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഈ നിരാഹാര സമരം ഇരിക്കുന്നത്. ഇത് പാസ്സായില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സംസ്കാരം തന്നെ ഇല്ലാതെയായിപ്പോവും, ഞങ്ങൾ നില്ലായിപ്പോവും, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ഞങ്ങളെ പിടിച്ചു നിൽക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ കാലം തെളിയിക്കും. ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയല്ലേ വരിക? അതെ, വരുന്നത്. ഇതിപ്പോൾ 1860 ഇതിൻ്റെ കൃത്യം എഴുതിയിട്ടുണ്ട്. 1860 സൊസൈറ്റി ആക്ടും പ്രകാരം രൂപീകരിച്ചതാണ് 1942 ഫറൂഖ് കോളേജ്. അങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്ന ആദ്യം പാർലമെന്റിൽ വെച്ച ബില്ലിൽ ഉണ്ടാകാതിരുന്നതും രണ്ടാമത്തെ സെക്ഷൻ JPC രണ്ടാമത് കൂടിയപ്പോൾ JPC വെച്ച ഇപ്പോഴേ വന്നിരിക്കുന്ന ഈ ബില്ലിൽ ഉള്ളതുമായത് ട്രസ്റ്റുകൾക്ക് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ട്രസ്റ്റുകളാണെങ്കിൽ അതിൻ്റെ പരമാധികാരി ട്രസ്റ്റ് ആയിരിക്കും. ആ ട്രസ്റ്റ് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാവുന്നതാണ്. അത് ഈ ബില്ലിൽ ഉണ്ട്.
അത് പാസ്സാകുമ്പോൾ ഫറൂഖ് കോളേജ് ട്രസ്റ്റ് ആയതിൻ്റെ പേരിൽ ആ ട്രസ്റ്റിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചേക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിച്ച് കിട്ടും. അപർണ, അങ്ങനെയാണ് ഇവർ പറയുന്നത്. ഈ കേരളത്തിൽ നിന്നുള്ള MP-മാർ അവർ ഈ മുനമ്പൻ നിവാസികൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഈ വഖഫ് ബില്ലിന് അനുകൂലമായി നിന്നില്ല എന്നുണ്ടെങ്കിൽ ജനം തന്നെ ഇനിയുള്ള രീതിയിൽ വിധിയെഴുതും. അടുത്ത MP-മാരായി ഇവർ വീണ്ടും പാർലമെന്റിലേക്ക് പോകണമോ എന്നുള്ളത് ജനങ്ങളുടെ കയ്യിലാണ്. അവരെതിന് തക്കതായിട്ടുള്ള മറുപടി നൽകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ചവർ പറയുന്നത്. പക്ഷേ അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. അവിടെ വോട്ടിടുമ്പോൾ അതിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഞങ്ങൾക്ക് അനുകൂലമായി തന്നെ നിൽക്കും എന്ന പ്രതീക്ഷ കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. അതോടൊപ്പം ഈ വഖഫ് ബില്ല് പാസ്സായാൽ അത് മുനമ്പം ജനതയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അവരുടെ ഈ സമരങ്ങൾക്കെല്ലാം ഫലം കണ്ടു എന്ന രീതിയിലേക്ക് തന്നെ ഇത് മാറും. നമുക്കറിയാം, ഈ സംസ്ഥാന സർക്കാർ പോലും ഇതിനൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്ന, ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതി ആ കമ്മീഷനെ അസാധുവാക്കുന്ന സാഹചര്യമുണ്ടായി. മറ്റെന്ത് വഴിയെന്നറിയാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മുനമ്പം ജനതയ്ക്ക് ഇന്ന് പാർലമെന്റിൽ ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ വലിയ ആശ്വാസമാണ്. അതിൽ കേരള MP-മാരുടെ കൂടി ഒരു പങ്കുണ്ടെങ്കിൽ അതിൽ ഇരട്ടി സന്തോഷമായിരിക്കും, ഇരട്ടി ആശ്വാസം കൂടിയായിരിക്കും. നവമി, അതാണ് ഇതിനകത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് ഇന്ത്യ മുന്നണി സഖ്യം പറയുന്നു. ഉറ്റുനോക്കും എന്താണ് കോൺഗ്രസ് എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പലതവണ കത്തോലിക്ക സഭയുടെ പ്രതിനിധികളൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിന് ശേഷം കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഒരു തുറന്ന വിമർശനങ്ങളിലേക്ക്, സമരസമിതിയുടെ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായും അപർണ. കാരണം ഈ മുനമ്പൻ നിവാസികളുടെ സമരം തുടങ്ങിയ സമയം മുതൽ തന്നെ MP-മാർ, ഹൈബി ഈഡൻ MP ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെ എത്തിയിരുന്നു. പല കോൺഗ്രസ് UDF-ന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ടായിരുന്നു. P രാജീവ് ഉൾപ്പെടെ CPM-ന്റെ നേതാക്കൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം മുനമ്പൻ ജനതയ്ക്ക് നൽകിയ ഉറപ്പ്, നിങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും, അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പോയത്. ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനു വേണ്ടി MP-മാർക്കുള്ള സമയം ഇതാണ്. ഇവർ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള മറുപടി തന്നെ മുനമ്പം ജനത അവർക്ക് നൽകും എന്നുറച്ചു തന്നെ പറയുകയാണ്. ഈ ബില്ല് പാസ്സാകുമെന്നതിൽ നമുക്ക് സംശയമില്ല. പക്ഷെ അപ്പോഴും ഈ MP-മാരുടെ നിലപാട് അതാണ് ഏറെ നിർണായകമാകുന്നത്. നവമി, മുനമ്പത്ത് നിന്ന് വിവരങ്ങൾ നൽകുമ്പോൾ കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ് നമുക്ക് ചേരുന്നു. നിജേഷ്, 12 മണിക്ക് ലോക്സഭയിൽ ബില്ലെത്തുന്നു. അപ്പോഴും KCBC കത്തോലിക്ക സംഘടനകൾക്ക് മുനമ്പത്ത് നിന്ന് പറയുകയാണ് കേരളത്തിലെ MP-മാർ ഒറ്റക്കെട്ടായി ബില്ലിനെ അനുകൂലിക്കണമെന്നൊരു നിലപാടിലേക്ക്. ഇന്ത്യ സഖ്യം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തവുമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒറ്റക്കെട്ടായി തന്നെ ബില്ലിനെ എതിർക്കും, അതോ ബില്ലിലെ വ്യവസ്ഥകൾ കൂടി പരിശോധിച്ച ശേഷം? ഇതിലൊരു ആശയക്കുഴപ്പമില്ലല്ലോ. പ്രതിഷേധത്തിലേക്ക് കടക്കുമ്പോൾ തിരികെ കേരളത്തിൽ ഉയർന്ന വിമർശനങ്ങളെ കോൺഗ്രസ് ഈ മണിക്കൂറിൽ എങ്ങനെയാണ് കണക്കിലെടുക്കുന്നത്? കേരളത്തിൽ നിന്നുള്ള വിമർശനങ്ങളെന്ന് തെറ്റിദ്ധരിപ്പിക്കരുത്. കേരളത്തിലെ വിഷയവും വഖഫ് ബോർഡ് നിയമവും രണ്ടും രണ്ടാണ്. ഇവിടെ സംഘപരിവാർ ശക്തികൾ ഒരു ന്യൂനപക്ഷത്തിനെ, അത് മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ജൈനനാവട്ടെ, പാഴ്സി ആവട്ടെ, ഒരു ന്യൂനപക്ഷത്തിന് കാലാകാലങ്ങളായി കിട്ടുന്ന അവകാശങ്ങളെ ഹനിക്കുകയും അത് കൈയടക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന നയം, അത് സംഘപരിവാറിന്റെ നയമാണ്. ആ നയത്തെ എതിർക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ, കോൺഗ്രസിന്റെ ധർമ്മമാണ്. അത് ഇന്ന് മുസ്ലിം ആവട്ടെ, നാളെ ക്രിസ്ത്യാനി ആവട്ടെ, ആരും ആവട്ടെ, അവരെ ഇല്ലാതാക്കുന്ന ഒരു ശ്രമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ എതിർക്കുക, നഖശിഖാന്തം എതിർക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നയം. അതിനെ കേവലം ഒരു ചെറിയ വിഷയങ്ങളിലേക്ക് മാറ്റി അല്ലെങ്കിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് ഒരു ആഖ്യാനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ അതിനെ ബോധ്യപ്പെടുത്തേണ്ട സമയത്ത് ബോധ്യപ്പെടുത്തേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം. അത് കോൺഗ്രസ് ചെയ്യുകയും ചെയ്യും. ആരെയും തെറ്റിദ്ധരിപ്പിച്ച് ഇതിലേക്ക് മറ്റേതെങ്കിലും രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അവരെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറാണ്. അത് കോൺഗ്രസ് ചെയ്യുകയും ചെയ്യും.